കുവൈറ്റ് ദുരന്തത്തിൽ മരണസംഖ്യ വർദ്ധിക്കുന്നു. മരിച്ച മലയാളികളുടെ എണ്ണം 13ആയി. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ, കോട്ടയത്ത് നിന്ന് ഗോകുൽ, കണ്ണൂരിൽ നിന്ന് നിഖിൽ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം മനീഷിലേക്ക് പോകുന്നു. മനീഷ, വലിയ ദുരന്തമാണ് ഉണ്ടായത്. മലയാളികൾ മരിച്ചതായി വരുന്നു. മലയാളികളുടെ എണ്ണം 13ആയി. ഓരോ സമയവും ഇനി തിരിച്ചറിയാൻ ഒരുപാട് പേരുണ്ട്. പലരുടെയും നില ഗുരുതരമായി തുടരുന്നുണ്ട്. എന്താണ് ആലപ്പുഴയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത? അവിടെ ആരുടെയെങ്കിലും വീട്ടിൽ പോകാൻ മനീഷിന് സാധിച്ചോ? എന്തൊക്കെയാണ്? സേതുലക്ഷ്മി, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ആലപ്പുഴ അതിർത്തിയിലുള്ള സ്ഥലത്താണ്. ഇവിടെ കുവൈത്തിൽ മരണമടഞ്ഞ ഷമീറിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഈ 5 കൊല്ലം മുമ്പാണ് ഷമീർ ഇവിടുന്ന് കുവൈത്തിലേക്ക് ജോലി സംബന്ധമായി പോകുന്നത്. 9 മാസം മുമ്പാണ് അവസാനമായി ഷമീർ നാട്ടിലെത്തിയത്. ഷമീറിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം മാത്രമേ ആവുന്നുള്ളൂ. ഈ ഒരു മരണത്തിൻ്റെ ഞെട്ടലിലാണ് ഈ ഒരു നാട് മുഴുവൻ. നമ്മളിവിടെ പലരോടും സംസാരിക്കുമ്പോൾ പോലും ഷമീറിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പലരും അവരുടെ വാക്കുകൾ ഇടറുന്നൊരു സാഹചര്യമാണുള്ളത്. നാട്ടിലെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരുന്ന, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷമീർ. ഷമീറിൻ്റെ വിയോഗത്തെ സംബന്ധിച്ച് ഇവിടെ നാട് മുഴുവൻ ഇപ്പോൾ ദുഃഖത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനിയും അടുത്തൊരു ഘട്ടമെന്ന് പറയുന്നത് ഈ ഷമീറിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ കുവൈത്തിലുള്ള ആളുകളുമായി കുടുംബം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് എത്തി അവരുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തോടു കൂടി തന്നെ ഏത് ദിവസത്തേക്ക് ഷമീറിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തിനായാലും 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വിയോഗത്തിൽ ഒരു നാട് മുഴുവൻ ഇപ്പോൾ ദുഃഖത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സേതുലക്ഷ്മി, തീർച്ചയായും മനീഷ്, നാട് മുഴുവൻ ദുഃഖത്തിൽ തന്നെയാണ്. ഇന്നലെ ആ വാർത്ത കേട്ടത് മുതൽ തന്നെ നമ്മളെല്ലാം തീരാ ദുഃഖത്തിൽ തന്നെയാണ്. ഞാൻ ഗോകുലിലേക്ക് കൂടി പോവുകയാണ്. ഗോകുൽ ഇപ്പോൾ എവിടെയാണ് ഗോകുൽ ഉള്ളത്? ഈ ചങ്ങനാശ്ശേരി സ്വദേശി, ഇത്തിത്താനം സ്വദേശിയൊക്കെ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരാണ്. അവരുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഈ നോർക്കയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും വീട്ടിലേക്ക് ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ കോട്ടയം സ്വദേശികളായിട്ടുള്ള 2 യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി ഇത്തിത്താനത്താണ്. ഇത്തിത്താനം സ്വദേശിയായിട്ടുള്ള ശ്രീഹരി പി എന്ന് പറയുന്ന യുവാവിന് ദാരുണ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. 27 വയസ്സ് മാത്രമായിരുന്നു ശ്രീഹരിക്ക് പ്രായമുണ്ടായിരുന്നത്. അതിലേറെ ദുഃഖകരമായിട്ടുള്ള വസ്തുത, കഴിഞ്ഞ ജൂൺ 5-ാം തീയതി മാത്രമാണ് ശ്രീഹരി നാട്ടിൽ നിന്നും കുവൈറ്റിലേക്ക് ജോലിക്കായിട്ട് പോയത്. ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ നിന്നും പോയിട്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ശ്രീഹരിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് കുവൈറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. അദ്ദേഹമാണ് ശ്രീഹരിയെ തൊഴിലിനായിട്ട് കുവൈറ്റിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ രണ്ടുപേരും 2 കമ്പനികളിലാണ് ജോലി ചെയ്യുന്നത്. ഇവർ ഒരുമിച്ചായിരുന്നില്ല താമസം. അച്ഛനായിട്ടുള്ള പ്രദീപ് അവിടെ നിന്നും ഏകദേശം ഒരു 15 കിലോമീറ്റർ മാറിയുള്ള ഭാഗത്തായിരുന്നു താമസം. അതുകൊണ്ട് ഈ ഒരു ദുരന്തത്തിൽ അച്ഛന് ജീവൻ നഷ്ടമായിട്ടില്ല. നിലവിൽ അദ്ദേഹം അവിടെ ഉണ്ട്, കുവൈറ്റിലുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി പിതാവ് പ്രദീപ് ഇവിടെ ആശുപത്രിയിൽ എത്തിക്കൊണ്ട് ശ്രീഹരിയുടെ മൃതദേഹം കണ്ട് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി പ്രദീപ് നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ വൈകിട്ടോടുകൂടി ശ്രീഹരിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഉള്ള നടപടികൾ ആരംഭിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ ഇത്തിത്താനം ഇളങ്കാവ് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകനാണ്. 3 ആൺമക്കളായിരുന്നു ഇവരുണ്ടായിരുന്നത്. ഇതിൽ 2ാമത്തെ മകനാണ് ശ്രീഹരി എന്ന് പറയുന്നത്. ജ്യേഷ്ഠനും അനുജനും നാട്ടിൽ തന്നെ ജോലി ചെയ്യുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കി വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ശ്രീഹരി കുവൈറ്റിലേക്ക് പോയത്. അവിടെ താൽക്കാലികമായി ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളായിരുന്നു ശ്രീഹരി അവിടെ എത്തിയിട്ട് എന്നുള്ളതാണ് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. നിലവിൽ ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ശ്രീഹരിയുടെ വീട്ടിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ അറിയിക്കുകയുണ്ടായത്. നിലവിൽ ശ്രീഹരിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും സമീപവാസികളും ഒക്കെ തന്നെ ഈ വീട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ടൊക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നാട്ടിലൊക്കെ വളരെ സജീവമായി നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയിട്ടാണ് ശ്രീഹരി എന്ന് പറയുന്നത്. നാട്ടിലെ മറ്റ് സാംസ്കാരികപരമായിട്ടും അല്ലാതെയുമുള്ള എല്ലാ
പരിപാടികളിലും ഒക്കെ പങ്കാളിയായി വളരെ സജീവമായി നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു ശ്രീഹരി. എന്തായാലും ശ്രീഹരിയുടെ വിയോഗം ഈ കുടുംബത്തെയും ഈ നാടിനെയും ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ കോട്ടയം പാമ്പാടി സ്വദേശിയായിട്ടുള്ള സ്റ്റെഫിൻ എന്ന് പറയുന്ന 29 വയസ്സുള്ള മറ്റൊരു യുവാവിനും കുവൈറ്റിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു. സ്റ്റെഫിൻ്റെ മരണവിവരം ഇന്നലെ രാത്രിയാണ് അറിയാനായിട്ട് സാധിച്ചത്. സ്റ്റെഫിൻ കഴിഞ്ഞ 2019 കൂടിയിട്ടാണ് കുവൈറ്റിലേക്ക് പോയത്. സ്റ്റെഫിനും 3 ആൺമക്കളുള്ള ഒരു കുടുംബത്തിലെ മൂത്ത ആളായിരുന്നു സ്റ്റെഫിൻ. ഒപ്പം ഒരു വാടക വീട്ടിലാണ് സ്റ്റെഫിൻ താമസിക്കുന്നത്. സ്റ്റെഫിൻ പുതിയതായിട്ടൊരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സമീപത്ത് തന്നെ, പാമ്പാടി നഗരത്തിൽ തന്നെ. ആ വീട് പണി ഏറെക്കുറെ പൂർത്തിയായി. അതിൻ്റെ ഗൃഹപ്രവേശനത്തിന് ഏകദേശം ഓഗസ്റ്റോടുകൂടി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം സ്റ്റെഫിനെയും തേടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നിലവിൽ സ്റ്റെഫിൻ്റെ പിതാവ് ക്യാൻസർ രോഗബാധിതനായിട്ട് ഏറെ നാളായിട്ട് ചികിത്സയിൽ തുടരുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ്. അത്തരത്തിൽ സ്റ്റെഫിൻ്റെ വിയോഗവും വലിയൊരു ഞെട്ടലിലൂടെ അല്ലെങ്കിൽ ഒരു തീരാവേദനയായി തന്നെ ആ കുടുംബത്തിനും ആ നാടിന് മുഴുവൻ മാറിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള 2 സംഭവങ്ങളാണ് ഇത്തിത്താനത്തും അതോടൊപ്പം തന്നെ പാമ്പാടിയിലും 2 ജീവനുകളാണ് കുവൈറ്റിൽ നടന്നിട്ടുള്ള ആ ഒരു തീപിടുത്ത ദുരന്തത്തിൽ കോട്ടയം ജില്ലയിൽ നിന്നും നഷ്ടമായിരിക്കുന്നത്. ഇവരുടെ വിയോഗത്തിൽ ഈ നാട് ഒന്നാകെ ആ ഒരു വിയോഗത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. സേതുലക്ഷ്മി.